വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് പിലിക്കോടും പരിസരവുമുള്ള കൃഷിയും അനുബന്ധ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിന്റെ ഭാഗമായി കൃഷി, സംസ്കാരം, കല എന്ന വിഷയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയിലുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശവും KKN കുറുപ്പ് മുന്നോട്ട് വച്ചു. ഈ കാർഷിക വിജയ ലോകൻ എന്ന് പറയുന്ന മലബാർക്കാർക്ക് അദ്ദേഹത്തെ 1882 മലബാറിലെ ടെനൻസി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിക്കും. അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം കൊടുത്തു കാർഷിക വിളവുകൾ വളർത്തുവാൻ വേണ്ടി ഗവേഷണം അങ്ങനെ വന്ന ഒന്നാണ്. പക്ഷെ അദ്ദേഹം പോയി, അദ്ദേഹം 1914 അദ്ദേഹത്തിന്റെ പഠനത്തിൽ പോയി കൊല്ലം പിടിക്കും. ഇത്രയൊരു ഗവേഷണശാല നമ്മുടെ ബ്യൂറോക്രസി ചട്ടങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ പെരുമാറുള്ളൂ. അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ചിട്ട് പെരുമാറാൻ എവിടെയെങ്കിലും അവരെ അനുവദിക്കുന്നത്. സാംസ്കാരിക സമ്മേളനത്തിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ, കക്കുന്നം പത്മനാഭൻ പണിക്കർ, വിജയകുമാർ തൃക്കരിപ്പൂർ, ഡോക്ടർ MS നായർ, കാർഷിക കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് എന്നിവർ സംസാരിച്ചു. സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ഗിരിധർ രാഘവ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. രാത്രി പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.